കേരള സർവകലാശാലയിൽ ഗവർണർ പങ്കെടുക്കുന്ന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ആർഎസ്എസ് ഭാരതാംബ. കേരള സർവകലാശാല സെനറ്റ് ഹാളിലാണ് പരിപാടി. ചിത്രം നീക്കം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ പരിപാടി റദ്ദ് ചെയ്യുമെന്നും രജിസ്ട്രാർ അറിയിച്ചു. വിവരങ്ങൾ നൽകാൻ സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, വലിയ വിവാദം ഈ ആർഎസ്എസ് ഭാരതാംബ വിഷയത്തിൽ ഉയരുന്നതിനിടെയാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പരിപാടിയിൽ പോലും ആർഎസ്എസ് ഭാരതാംബയുടെ ചിത്രം ഉയർത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ആർഎസ്എസിൻ്റെ ഭാരതാംബ ചിത്രം ഉയർത്തിവെച്ചിട്ടുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് ഗവർണറാണ്. അഞ്ചരയ്ക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സർവകലാശാല ആസ്ഥാനത്തുള്ള സെനറ്റ് ഹാളിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ആർഎസ്എസിൻ്റെ ഭാരതാംബ എന്നത് തന്നെയാണ് രജിസ്ട്രാർ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ സ്റ്റേജിനും അടുത്തായി ആണ് ഇത്തരത്തിൽ ആർഎസ്എസിൻ്റെ ഭാരതാംബ ചിത്രം വെച്ചിട്ടുള്ളത്. തന്നെ തൊട്ടടുത്ത് വിളക്കുണ്ട്. എന്തായാലും നിലവിൽ ഇത് ഇവിടെ നിന്ന് മാറ്റണമെന്നതാണ് രജിസ്ട്രാറുടെ ആവശ്യം. ഇതിൽ പരാതി നൽകിയിട്ടുള്ളത് SFI ആണ്. SFIയുടെ പരാതി മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് രജിസ്ട്രാർ ഈ സ്റ്റേജിലേക്ക് എത്തുകയും ഈ ചിത്രം ഇവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ പരിപാടി റദ്ദാക്കണം എന്നുള്ള കാര്യം ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഭാരവാഹികളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഗവർണർ പങ്കെടുക്കുന്ന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടക്കുന്നത്. ഈ പരിപാടി ഇത്തരത്തിൽ ഈ ചിത്രം മാറ്റിയില്ലെങ്കിൽ റദ്ദ് ചെയ്യും എന്നത് തന്നെയാണ് രജിസ്ട്രാർ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. സംഘാടകരാരാണ് ഈ ഭാരതാംബ ആർഎസ്എസ് ഭാരതാംബ ചിത്രം ഉൾപ്പെടെ ആ വേദിയിൽ സ്ഥാപിച്ച സംഘാടകരാരാണ്? അസിത, ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പേരിൽ ഇത്തരത്തിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടക്കുന്നത്. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ മതപരമായ ഒരു ചിഹ്നങ്ങളോ അല്ലെങ്കിൽ അടയാളങ്ങളോ പാടില്ല എന്നത് തന്നെയാണ് രജിസ്ട്രാർ ഈ സംഘാടകരോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ചിത്രം മാറ്റിയില്ലെങ്കിൽ ഈ പരിപാടി ഇവിടെ നിന്ന് റദ്ദ് ചെയ്യും എന്നത് തന്നെയാണ് രജിസ്ട്രാർ സംഘാടകരെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിലവിൽ ഈ സംഘാടകരുമായുള്ള ഒരു ചർച്ചയാണ് രജിസ്ട്രാർ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ രജിസ്ട്രാർ ഈ സംഘാടകരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ രജിസ്ട്രാർക്കൊപ്പം തന്നെ പോലീസുമുണ്ട്. ഈ പരിപാടി നടക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ ഫോട്ടോ ഇവിടെ നിന്ന് എടുത്തു മാറ്റണം, ഇത് യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നത് തന്നെയാണ് രജിസ്ട്രാർ സംഘാടകരോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ BJPയുടെ നേതാക്കളൊക്കെ തന്നെയും ഈ സെനറ്റ് ഹാളിൽ ഉണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഈ യൂണിവേഴ്സിറ്റിക്കകത്തും പുറത്തും വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പരിപാടി സംഘടിപ്പിക്കുന്നത് ആർഎസ്എസോ BJPയോ ഒക്കെയായി ബന്ധമുള്ള സംഘടനയാണ്. പങ്കെടുക്കുന്നത് ഗവർണർ എന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന RSSകാരനാണ്. അപ്പോൾ സ്വാഭാവികമായും പരിപാടി നടക്കുന്ന സർവകലാശാലയെ പോലും ഈ നിലയിൽ ഒരു RSS അജണ്ടയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നു ഈ പരിപാടിയിലൂടെ എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? RSSന്റെയും BJPയുടെയും ഒക്കെ നേതാക്കളെയും കാണാം ദൃശ്യങ്ങളിൽ. തീർച്ചയായിട്ടും അസിത, അത് തന്നെയാണ്. സർവകലാശാലയുടെ ചാൻസലറാണ് ഗവർണർ കൂടിയായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. എന്തായാലും ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കൂടിയാണ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഇത്തരത്തിൽ ഈ RSSന്റെ അല്ലെങ്കിൽ സേവാ സമിതിയുടെ പരിപാടി വെച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ RSSന്റെയും BJPയുടെയും ഒക്കെ തന്നെയും നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയെ കൂടി ഇത്തരത്തിൽ കാവ്യവൽക്കരിക്കുക, ഇതിനുള്ള നടപടികളൊക്കെ തന്നെയും മുൻ ഗവർണറും നിലവിലുള്ള ഗവർണറും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നടപടികളൊക്കെ തന്നെയും ഈ ഒരു കാര്യത്തിന് വേണ്ടി നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഇത്തരത്തിൽ സേവാ സമിതിയുടെ ഒരു പരിപാടി, അതും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഇത്തരത്തിൽ RSSന്റെ ഭാരതാംബ ചിത്രം വെച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രം മാറ്റണമെന്ന ആവശ്യവുമായി ആദ്യം രംഗത്തെത്തിയത് SFI ആണ്. SFIയുടെ പരാതിയെ തുടർന്നാണ് രജിസ്ട്രാർ സ്ഥലത്തെത്തുകയും ഈ ഫോട്ടോ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ സംഘാടകരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഈ പരിപാടി നടക്കണമെങ്കിൽ ഈ ചിത്രം മാറ്റണമെന്നതാണ് രജിസ്ട്രാർ പറയുന്ന ഒരു കാര്യം. ഈ ചിത്രം മാറ്റാതെ ഈ പരിപാടി ഇവിടെ നടത്താൻ കഴിയില്ല എന്നത് തീർത്ത് രജിസ്ട്രാർ ഈ സംഘാടകരോട് പറഞ്ഞിട്ടുണ്ട്. അസിത, ചർച്ച തുടരുകയാണല്ലേ സുരേഖ? 5:30-ക്കല്ലേ പരിപാടി നടക്കേണ്ടത്? ഇനി 5 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. ഗവർണർ സമയത്ത് തന്നെ എത്താനാണ് സാധ്യത. അപ്പോൾ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്തിമമായി ലഭിക്കുന്ന വിവരം? എന്തായാലും സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട ഈ പരിപാടി ഇവിടെ നടത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് സംഘാടകർ അറിയിക്കുന്നത്.